തട്ടാരമ്പലം ശ്രീ സരസ്വതി ദേവി ക്ഷേത്രം കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ മാവേലിക്കര ഹരിപ്പാട് റോഡിൽ തട്ടാരമ്പലം ജംഗ്ഷനിൽ തട്ടാരമ്പലം സരസ്വതി ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. സരസ്വതി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം കിഴക്കോട്ട് ദർശനമുള്ളതാണ്. കൂടാതെ 14-ാം നൂറ്റാണ്ടിന് മുന്നേ തന്നെ നിലനിന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. വാസ്തവത്തിൽ 14-ാം നൂറ്റാണ്ടിലെ ഉണ്ണിനീലി സന്ദേശം സാഹിത്യകൃതിയിൽ തട്ടൻ പൂർവം വഴിയിലഴകർന്നമ്പലം എന്നാണ് ഇത് പരാമർശിച്ചിട്ടുള്ളത്. ചരിത്രം അനുസരിച്ച് ഓണാട്ട് രാജാവ് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണ്ണ പണിക്കാർക്കായി പ്രത്യേകമായി നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. വർഷത്തിൽ 365 ദിവസവും കുട്ടികളെ ഇവിടെ എഴുത്തിന് ഇരുത്തുന്നു. നാലമ്പലത്തിനു പുറത്ത് തെക്കുകിഴക്ക് ഭാഗത്തായാണ് ദമ്പതി സമേതമുള്ള നവഗ്രഹ പ്രതിഷ്ഠ. 9 ഗ്രഹങ്ങളും അവരുടെ പത്നിമാരോടുകൂടിയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ജന്മദോഷങ്ങൾക്കുള്ള പരിഹാരം ദമ്പതി സമേതമായുള്ള നവഗ്രഹ ക്ഷേത്രത്തിലെ പൂജകളാണ്. നവഗ്രഹങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും, എന്നാൽ നവഗ്രഹ ദമ്പതി ക്ഷേത്രം വളരെ അപൂർവമാണ്. പരമേശ്വരിയുടെ മുൻപിലാണ് വിദ്യാദേവതയുടെ സങ്കല്പത്തിലുള്ള ശ്രീചക്രത്തിൻ്റെ അർദ്ധമേരു പ്രതിഷ്ഠ. ഇതിൽ ദുർഗാ പരമേശ്വരി തന്നെ മഹാലക്ഷ്മി, മഹാകാളി, മഹാസരസ്വതി എന്നിങ്ങനെ 3 ഭാവങ്ങളിൽ ശക്തിമതിയായി ഇരിക്കുന്നത്. അക്ഷരങ്ങൾ സരസ്വതി ഭാവങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ 51 അക്ഷരങ്ങളെ 51 സരസ്വതി ഭാവത്തിൽ ഇവിടെ ശ്രീകോവിലിന് ചുറ്റുമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ആ മുതൽ ഇക്ഷ വരെ ഇവിടെ ദേവതാരൂപം കൈക്കൊണ്ടിരിക്കുന്നു. മൂലപ്രതിഷ്ഠയിൽ എന്നതുപോലെ ഓരോ അക്ഷരദേവതയും ഓരോ പീഠത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഓരോ പ്രതിഷ്ഠയ്ക്കും പ്രത്യേക പൂജയുണ്ട്. ശ്രീകോവിലിൻ്റെ കന്നിമൂലയിൽ ഗണപതിയും ഈശാനകോണിൽ ശിവനും വാണരുളുന്നു. ഇവിടെ നാലമ്പലത്തിനുള്ളിൽ എഴുന്നള്ളിപ്പ് ഇല്ല. ധാന്യങ്ങൾ കൊണ്ടുള്ള പറ നിറയ്ക്കലാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ശ്രീകോവിലിന് മുന്നിലും നെൽപ്പറ പ്രധാനമാണ്. ക്ഷേത്രങ്ങളുടെ തലസ്ഥാനം എന്നാണ് ഒരു കാലത്ത് തട്ടാരമ്പലം ഉൾപ്പെടുന്ന ഓണാട്ടുകര അറിയപ്പെട്ടിരുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം നവരാത്രിയാണ്. ചിങ്ങമാസത്തിലെ തിരുവോണം, വിഷു, മകരസംക്രമം, വിനായക ചതുർത്ഥി, ശിവരാത്രി, മണ്ഡലകാലം എന്നിവയാണ് ക്ഷേത്രത്തിലെ മറ്റ് പ്രധാന ആഘോഷങ്ങൾ. നവരാത്രി മഹോത്സവത്തിനായി ഇവിടം മുഴുവൻ ഒരുങ്ങിയിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.